ഹായ് നമസ്കാരം, എല്ലാവർക്കും ജോബ്ലെസ് സ്റ്റഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മെക്കാനിക്കൽ വാച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ രീതികൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ഏതൊരു യന്ത്രം പ്രവർത്തിക്കണമെങ്കിലും ഒരു പവർ സോഴ്സ് ആവശ്യമാണ്. മെക്കാനിക്കൽ വാച്ചിനും ഒരു പവർ സോഴ്സ് അതുകൊണ്ട് ആവശ്യമാണ്. ക്വാർട്സ് വാച്ചുകളിൽ അതിൻ്റെ പവർ സോഴ്സ് എന്ന് പറയുന്നത് ബാറ്ററിയാണ്. മെക്കാനിക്കൽ വാച്ചിൽ അതിൻ്റെ പവർ സോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ സ്പ്രിംഗ് ആണ്. മെയിൻ സ്പ്രിങ് ഒരു ബാരലിനകത്ത് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പവർ സോഴ്സാണ്. നമ്മൾ വൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ മെയിൻ സ്പ്രിങ് ബാരലിനകത്തേക്ക് ഫുൾ റോൾ ഇന്നായിട്ട് ടൈറ്റായി നിൽക്കും. ടെൻഷനിൽ നിൽക്കുന്ന സ്പ്രിങ് റിലീസാവുന്ന സമയത്തുള്ള പവർ യൂസ് ചെയ്തിട്ടാണ് വാച്ച് വർക്ക് ചെയ്യുന്നത്. മെയിൻ സ്പ്രിംഗ് ബാരൽ ഡയറക്റ്റ് കണക്റ്റ് ആവുന്നത് അതിൻ്റെ സെൻട്രൽ വീൽ അല്ലെങ്കിൽ മെയിൻ വീൽ എന്ന് പറയുന്നതിലേക്കാണ്. ഈ വീലാണ് ഒരു മണിക്കൂറിന് ഒരു കറക്കം കറങ്ങുന്നത്. അത് മിനിറ്റ് ഹാൻഡ് വെക്കുന്നത് ഈ വീലിനോടനുബന്ധിച്ച പിനിയനിലാണ്. സെക്കൻഡ് വീലിൽ നിന്ന് ഡയറക്റ്റ് കണക്റ്റ് ആവുന്നത് ഫസ്റ്റ് വീലാണ് സെൻട്രൽ സെക്കൻഡ് വീലിന് കണക്ട് ചെയ്യുന്നത്. ഇതാണ് സെൻട്രൽ സെക്കൻഡ് വീല്. ഇതിലാണ് നമ്മുടെ സെക്കൻഡ് സൂചി നിൽക്കുന്നത്. ഇത് എസ്കേപ്മെൻറ്റ് വീൽ എന്ന് പറയും. സെൻട്രൽ സെക്കൻഡ് വീലിൽ നിന്ന് കണക്ഷൻ വരുന്നതാണ്. ഈ വീലാണ് പാലറ്റ് ലിവറും ബാലൻസ് വീലുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നത്. അതിൻ്റെ പ്രത്യേക ഷേപ്പ് കാരണമാണ് നമുക്ക് ബാലൻസ് വീല് കറക്റ്റ് ബീറ്റ് കിട്ടുന്നത്. ഇത് വീൽ ബ്രിഡ്ജ്. എല്ലാ വീലുകളെയും കൂട്ടിയിണക്കി സ്റ്റേബിളായി നിർത്തുന്നത് ഇതാണ്. നമുക്ക് കാണാം, സെൻട്രൽ വീലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എല്ലാ വീലുകൾക്കും ഫോഴ്സ് വരുന്നു. ഇത് കറങ്ങാനുള്ള ഫോഴ്സ് കിട്ടുന്നത് ഈ മെയിൻ സ്പ്രിംഗ് ബാരലിൽ നിന്നാണ്. ഈ മെയിൻ സ്പ്രിംഗ് ബാരലിൻ്റെ ബ്രിഡ്ജ്. നമ്മൾ വാച്ച് വൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലേക്കാണ് ഇത് ലോഡായി പോവുക. റിട്ടേൺ വരുന്ന സമയത്ത് ക്ലിക്ക് സ്പ്രിങ് അതിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. അതുകൊണ്ടാണ് വൈൻഡ് അഴിയാതെ നിൽക്കുന്നത്. ആ ക്ലിക്ക് സ്പ്രിങ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വൈൻഡ് റിലീസായി പോകും, വൈൻഡ് നിൽക്കില്ല. ചില വാച്ചുകൾ നമ്മൾ എത്ര വൈൻഡ് ചെയ്താലും നിൽക്കാത്ത ഈ ക്ലിക്ക് സ്പ്രിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇത് വൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലേക്കാണ് മൂവ് ആവുള്ളൂ വീല്, മറു സൈഡിലേക്ക് ഇത് ഫ്രീ ആണ്. നമ്മുടെ സൈക്കിളിലൊക്കെ കാണുന്ന ഫ്രീ വീൽ മെക്കാനിസം പോലുള്ളൊരു മെക്കാനിസമാണ് ഇതിന് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് വൈൻഡിങ് പ്രോസസ്സ് ഇത്ര സ്മൂത്തായിട്ട് നടക്കുന്നത്. ഇതാണ് ഈ വാച്ചിൻ്റെ പാലറ്റ് ഫോർക്ക് അല്ലെങ്കിൽ എസ്കേപ്മെൻറ്റ് ലിവർ എന്ന് പറയുന്ന പാർട്ട്. എസ്കേപ്മെൻറ്റ് വീലും ബാലൻസ് വീലുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നത് ഈ ഒരു പാർട്ടാണ്. ഇത് ബാലൻസ് വീല്. ബാലൻസ് വീലിൽ 3 മെയിൻ പാർട്ടാണുള്ളത്: എയർ സ്പ്രിങ്, ബാലൻസ് വീല്, റോളറാണ് ലിവറിൻ്റെ മൗത്തിൽ കണക്റ്റായിട്ട് വാച്ചിനെ കറക്കുന്നത്. ബാലൻസ് വീലിനെയാണ് വാച്ചിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ബീറ്റ് അനുസരിച്ചാണ് വാച്ചിൻ്റെ സ്ലോ സ്പീഡെല്ലാം അഡ്ജസ്റ്റ് ആവുന്നത്. ആണ് ഒരു മെക്കാനിക്കൽ വാച്ചിൻ്റെ പ്രവർത്തന രീതി. ഇനി മറ്റു വാച്ച് വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം. ബി ഹാപ്പി ഓൾവേസ്.